അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു 8 മിനിറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പെരുന്നാളിൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മളിതാക്കണേ കോഴി കൊടന്നിക്കണേ, പിന്നെ ഇറച്ചി കൊടന്നിക്കണേ. അപ്പോൾ ഇത് തലേന്നത്തെയും പിറ്റേന്നത്തെയും വീഡിയോ ആണ് കേട്ടോ. രണ്ടും പാടെ ഒന്നിച്ചാണ് കേട്ടോ ഇടുന്നത്. കാരണം പെരുന്നാളിൻ്റെ നമ്മൾ വീഡിയോ ഇടാനൊന്നും നമുക്ക് കൂടില്ല, എടുക്കാനും കൂടില്ല. പിന്നെ പെരുന്നാൾ വീഡിയോ ഇട്ടില്ലേ എന്നുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓര് ചോദിച്ചു എന്തേ പെരുന്നാളിൻ്റെ വീഡിയോ ഇടാഞ്ഞേ ചോദിച്ചു. അപ്പം നമുക്ക് ഓർക്കും വേണ്ടി ഒരു വീഡിയോ തട്ടിക്കൂട്ടാൻ ഞാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇറച്ചിയും കോഴിയൊക്കെ കൊടുന്ന് വെച്ചിക്കണ്. പിന്നെ നമ്മൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കുമല്ലോ, എല്ലായിടത്തും കൂടി ഉണ്ടല്ലോ ആ അരി കൊടുക്കലില്ലേ. അപ്പോൾ നമ്മൾ ഇതാക്കണേ അരിയൊക്കെ കൊടുന്ന് വെച്ചിക്കണേ. അപ്പം ഒരാൾക്ക് 2.5 കിലോനാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതാക്കണേ അതിനുള്ള മുദ്ദുപാത്രമാണ് കേട്ടോ. ഇത് നമ്മൾ മദ്രസയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഇങ്ങനെ ഒരു മുദ്ദുപാത്രം. അപ്പോൾ ഇതിന് 4 പാട്ടയാണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ അളക്കാണ് കേട്ടോ, 4 പാത്രം അളന്ന് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ അരിയൊക്കെ ഓരോ പാട്ടിയിൽ വാരിയിടും. അപ്പോൾ ഇങ്ങനെ നമുക്കറിയില്ല കേട്ടോ അത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ നമ്മൾ മൂത്തച്ചി താത്താനോട് ചോദിച്ചു എങ്ങനെയാണ് താത്താന്ന്. അപ്പോൾ താത്ത പറഞ്ഞാൽ അതിൻ്റെ 4 പാത്രമാണ്, കജ്ജോണ്ട് വടിച്ചാൻ പാടില്ല. പിന്നെ അതിന് ഫുള്ളാക്കിയിട്ട് ആ പാത്രം ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളെന്താട്ടണം ഓടക്കോയിലോണ്ട് ഇങ്ങനെ വടിച്ചലാണ് കാരണം കേട്ടോ. ഇവിടെ ഉമ്മ അല്ലാന്ന് ഇമ്മ തന്നെയാണ് കേട്ടോ അതൊക്കെ കാട്ടിനത്. അപ്പോൾ ഇപ്പം ഉമ്മ അല്ലാത്തതുകൊണ്ട് നമ്മളാണ് ഞാൻ ചെയ്യണത്. അപ്പം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ താത്താനോട് ചോദിച്ചപ്പോൾ താത്ത അങ്ങനെ പറഞ്ഞു തന്നിട്ടോ. അങ്ങനെ ഇതാക്കണേ 4 കീസാക്കി വെച്ചിക്കണേ. ഇത് നമ്മൾ ഇനി മാസം കണ്ടു എന്ന് പറയുമ്പം അങ്ങനെ നമ്മൾ ഓരോ പരിക്ക് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഇറച്ചിയൊക്കെ നമ്മൾ തലേന്ന് തന്നെ എന്താട്ടി കേകി വെക്കൂട്ടോ. കേകി തീ വച്ച് വേവിച്ച് വെക്കൂട്ടോ നമ്മൾ ഇറച്ചിയൊക്കെ. പിന്നെ നമ്മൾ ഇതാക്കണേ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. മസാലയൊക്കെ തേച്ച് അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ കോഴിയൊക്കെ ഒന്ന് പൊരിച്ച് ആണ് കേട്ടോ വെക്കുക. അപ്പം കോഴി പൊരിച്ച് വെച്ചാൽ ഒന്ന് ഒടിയില്ലല്ലോ, അത് എഴുതിയിട്ടാണ് പൊരിച്ചത്. ഒന്നും കൂടെ ചൂടാക്കി എടുക്കുള്ളൂ, നല്ലോണം ഒന്നും ഇതാക്കൂല. പിന്നെ മസാലയൊക്കെ വാട്ടി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ബിരിയാണീൻ്റെ മസാലയൊക്കെ കൂട്ടണം. അപ്പോൾ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഒരുപാട് വീഡിയോ ആക്കി എടുത്താൽ ലെങ്ത്ത് കൂടും. അപ്പോൾ കാണാനൊക്കെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാൻ, അതുകൊണ്ട് ഞാൻ ചെറുതാക്കി എടുത്തതാണ്. അപ്പോൾ അതാ ഇറച്ചിയൊക്കെ വേകാനായി തുടങ്ങിക്കണം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് വറ്റി വരണം. പിന്നെ നമ്മൾ കോഴിയൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാക്കണേ നമ്മൾ ഒന്നുകൂടിയൊക്കെ ഇളക്കി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ടേ നമ്മൾ മൈലാഞ്ചി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിട്ടൊന്നല്ല കേട്ടോ. അപ്പം ചിക്കൻ ഇടാനൊന്നും വെക്കൂല. അപ്പം ഞാൻ എന്താട്ടിന്നറിയാം, അയലോക്കത്തെ പെരീത്തെ ഒരു കുട്ടിക്ക് ഞാൻ വിളിച്ച് ചോദിച്ചേടി ഈ മൈലാഞ്ചി ഇട്ടുതരാൻ നേരം ഉണ്ടോ ചോദിച്ച്. അപ്പോൾ ഇതിന് 10-11 മണിയായിക്കണേ. പിന്നെ പെരുന്നാളല്ലേ, അങ്ങനെയൊന്നും ഇപ്പോൾ ആർക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പം മിന്നുട്ടിക്കും ഓൾ തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാനും തന്നെ ഒരു 11-11:30 ആകുമ്പോൾ ഞാനും തന്നെ ഓളെടുത്ത് പോയിട്ട് ഞാനും 2 കജ്മലും മൈലാഞ്ചി ഇട്ടിട്ടാ. പെരുന്നാളല്ലേ, മൈലാഞ്ചി ഇടാൻ ഞാൻ പറ്റൂലല്ലോ. അപ്പം മൈലാഞ്ചി ഇടാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ പെരുന്നാളിന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിക്കാണ്ട് ഒപ്പിച്ചിക്കാണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓൾ മൈലാഞ്ചി ഇടുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് കൂടുക ചോദിച്ചു. പെരുന്നാളാകുമ്പോൾ അങ്ങനെ കൂടുകയൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഒക്കെ പണിയല്ലേ കാരണം. അപ്പോൾ ഓളാറിന് വന്നോളി എത്താറിന്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് ഒന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ ഉള്ളത്തെ മൈലാഞ്ചി ഞാൻ ഇട്ടതാണ് കേട്ടോ. നിഞ്ചമായി തന്നെ ഉണ്ടല്ലേ കണ്ടിട്ട്. അപ്പോൾ അതാക്കണേ 2 കജ്മലും മിന്നൂട്ടി ഇട്ടിക്കണേ, ഞാനും ഇട്ടിക്കണേ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിന്. പിന്നെ അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കേകി നമ്മളെന്താട്ടി കേകി ഇടുകയാണ്. അപ്പോൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിക്കണ്. അപ്പോൾ നല്ലോണം തിളക്കണം. അപ്പോൾ നമ്മൾ ഈ കുടുക്കമ്മലുണ്ടല്ലോ കരിയാകാതെക്കാനാണ് കുറച്ച് വെണ്ണൂറ് തേക്കൂട്ടോ, എന്നാൽ നമുക്ക് മോരെടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ മസാലയൊക്കെ നമ്മൾ ചെമ്പട്ടിയിലിട്ടിക്കണം കേട്ടോ, കുടുക്കിയിലാട്ടിക്കണം കേട്ടോ. ചോറ് ദമ്മിടുന്നത് കുടുക്കിയിലാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണുണ്ട്. പിന്നെ ഉള്ളി പൊരിച്ചെടുക്കണമല്ലോ ചോറ്റക്ക്, അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. പിന്നെ ചോറൊക്കെ ഊറ്റി മക്കളൊക്കെ അതാ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ, മാറ്റി നിൽക്കണുണ്ട്. അപ്പോൾ അങ്ങനെ ഓരൊക്കെ പോയി. പിന്നെ ഇതാക്കണേ നമ്മൾ അയലോകത്തിലെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്ന് പായസമൊക്കെ കൊടുത്ത് അങ്ങനെ കുടിച്ച് മിന്നുട്ടി ഇതാക്കണേ മാറ്റി
റെഡി ആയിക്കണ്. ഓള് കുറേ നേരം ആയിക്കണ് കേട്ടോ പറയൽ തുടങ്ങിയിട്ട് മാറ്റി തരുമാന്ന്. അപ്പോൾ അങ്ങനെ ഓളെ ഒന്ന് മാറ്റിച്ചു കൊടുത്ത് പിന്നെ കുട്ടികളെയൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സെറ്റാക്കി നിന്ന്. അപ്പോൾ അതാ കുട്ടികളൊക്കെ അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ പെരുന്നാൾ പൈസ ഇട്ടാന്ന് വെച്ചാൽ നല്ല സന്തോഷമാണ്. അത് നമ്മളിതിൽ ഉൾപ്പെടുത്താൻ മറന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ പൊട്ടിച്ച് തുടങ്ങി. പള്ളിയിൽ നിന്നൊക്കെ വന്നു. പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിക്കണം. പിന്നെ നമ്മൾ തൈരുണ്ടാക്കിക്കണ്. പിന്നെ തൈരുണ്ടാക്കി നമ്മൾ ഇറച്ചിയൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി പിന്നെ ചോറൊക്കെ ഇതാക്കണ്. എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വന്ന് എല്ലാവരും പാടെ ഇരുന്ന് ചോറ് കഴിച്ചാണ് കേട്ടോ. അങ്ങനെ ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതാണ് കേട്ടോ നമ്മളെ കഫ്താനി നമ്മളടിച്ചത്. എങ്ങനെയുണ്ട്, സൂപ്പർ ആയിക്കണോ, രസമുണ്ടോ കാണാൻ? നമ്മൾ കഫ്താനി അടിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടിച്ചു നോക്കിയതാണ്. പിന്നെ ഇങ്ങനെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ കുടിക്കൂരാണ് കേട്ടോ. ഇന്ന് നമ്മൾ പെരുന്നാൾ കഴിച്ചിട്ട് കുടിയിലല്ല കേട്ടോ. അപ്പോൾ കുടിയിലൊന്ന് കയറിയിട്ട് നമ്മൾ എന്താട്ടി കുഞ്ഞാമാൻ്റെ അടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ പറഞ്ഞാൽ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ അടുത്താണ് കേട്ടോ അന്ന് നമുക്ക് പെരുന്നാൾ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാവരും കൂടുന്നുണ്ട് കേട്ടോ. അമ്മൂമ്മമാരുണ്ട്, അമ്മയാളുടെ പിന്നെ അമ്മോൻ്റെ കുട്ടികളുണ്ട്. എല്ലാവരും പാടാകുമ്പോൾ പെരുന്നാളിന് എല്ലാവരും ഒത്തുകൂടുമല്ലോ. കെട്ടിച്ചവരൊക്കെ വരും. പിന്നെ കുഞ്ഞാമുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടൊരു നല്ല രസമാണ് കേട്ടോ ഒത്തുകൂടുമ്പോൾ. പിന്നെ ഓരോന്നും ഞാനിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവർക്കും ഒന്നും ഇപ്പോൾ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഞങ്ങളെ റോട്ടിലൊക്കെ പേരും തിരക്കാണ്. നമ്മളത് പിന്നെ ബൈക്കായതുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ കുത്തി തിരിഞ്ഞ് പോരാ. ഇത് കാറില്ലോലാണ് ഈ വരിക്ക് അങ്ങനെ നിൽക്കണം കേട്ടോ. പിന്നെ അതാക്കണേ നമ്മളെ കുഞ്ഞാമ്മങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു ചെമ്പട്ടി ചോറ് വെച്ചിരിക്കണ്. കണ്ടല്ലേ മന്തി. എന്തിനാ കുഞ്ഞാമ്മ അത്രയും ചോറ് വെച്ചപ്പോൾ കുഞ്ഞാമ്മ പറയാം നമുക്ക് നേരം പൊടുക്കുമ്പോഴും ഒക്കെ തിന്നാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണ് കേട്ടോ. കുഞ്ഞാമ്മക്ക് ഒരു ബേജാറാണ് തികയിലേ എന്നുള്ളത്. അപ്പോൾ കുറേ ചോറ് വെച്ചിരിക്കണം. കുറച്ച് ബാക്കിയായാലും വേണ്ടില്ല, ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ ആറിന്. അപ്പം അങ്ങനെ ഇതാക്കണ മയോണൈസ് ഉണ്ടാക്കി വെച്ചിരിക്കണം. നമ്മൾ വന്നപ്പോഴത്തേനൊക്കെ സെറ്റാക്കിയിരിക്കണം കേട്ടോ. നമുക്ക് വന്ന് കുത്തനെ തിന്നാൽ മതി. പിന്നെ തക്കാളി വെള്ളമുണ്ട്. പിന്നെ കുറച്ച് പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കിക്കണ്, കോഴി പൊരിച്ച് വെച്ചിക്കണ്, പപ്പടം പൊരിച്ചിക്കണ്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇറച്ചി വരട്ടൊക്കെ ഇതിലൊക്കെ കുറേ ഉണ്ടായിന് കേട്ടോ. ഈ കുടുക്ക നിറച്ചുണ്ടായിന്. പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ നേരം വൈകിയെന്ന് മാത്രം കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഇരിക്കണം ഇതിൻ്റെ മുന്നിലും. നമ്മളെ അമ്മമാരൊക്കെ ഇരുന്നിക്കണം ചോറ് വെച്ചാൽ. അത് പിന്നെ വീഡിയോ എടുക്കാൻ മറന്ന്. പിന്നെയാണ് പടച്ചോനെ വീഡിയോ എടുത്തിട്ടല്ലോ പറഞ്ഞപ്പോഴാണ് വണ്ടി വന്നപ്പോഴാണ് ഇവർ കുട്ടികളിരിക്കണം കണ്ട. അപ്പോൾ അങ്ങനെ ഓലെടുത്തു. പിന്നെ ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. മേസമേ ഇറച്ചിയും കോഴി പൊരിച്ചതൊക്കെ. പിന്നെ കുറച്ച് ഫോട്ടോകളാണ് കേട്ടോ. ഇത് ഇതിന് നമ്മളെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഓള് ഫോട്ടത്തിൽ നിന്ന് പിന്നെ ഇത് ഞങ്ങൾ ഫോട്ടത്തിൽ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.